ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CAT6 കേബിളുകൾ അല്ലെങ്കിൽ എതർനെറ്റ് കേബിളുകൾ ക്രിംപ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ബി സ്റ്റാൻഡേർഡ് ആണ്. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ എന്നൊരു രീതിയിലാണ് നമ്മൾ ആ ഒരു 8 വയറുകൾ അറേഞ്ച് ചെയ്ത് ബി സ്റ്റാൻഡേർഡിൽ നമ്മൾ ആ ഒരു ക്രിംപ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ക്രിംപ് ചെയ്യുമ്പോൾ നമുക്കറിയാം, RJ45 കണക്ടറിൽ ആ ഒരു 8 പിന്നുണ്ടാവും. ആ ഒരു 8 പിന്നിലാണ് നമ്മൾ ഈ ആ ഒരു 8 വയറുകൾ വരുന്നത്. അപ്പോൾ ആ ഒരു ജാക്കിൻ്റെ ആ 8 വയറിൽ നമ്മൾക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അതായത് ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് 4 വയറുകൾ മതി. അതായത് ഈ 8 വയറിൽ 4 വയറുകൾ, അതായത് ആ പിന്നിൽ പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ RJ45ൻ്റെ ആ ജാക്കിൻ്റെ പിന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1, 2, 3 3 വയർ ആദ്യത്തെ, പിന്നെ 4, 5 വേണ്ട 6, ഇങ്ങനെ ആ ഒരു 4 വയറുകൾ 1, 2, 3, 6, ഈ 4 വയറുകൾ പ്രോപ്പറായിട്ട് 2 എൻഡിലും, അതായത് നമ്മൾ ക്രിംപ് ചെയ്യുന്ന ആ ഒരു വയറിൻ്റെ 2 എൻഡിലും പ്രോപ്പറായിട്ട് തന്നെയാണ് വച്ചിരിക്കുന്നതെങ്കിൽ, അതായത് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവും. വേറെ ഇഷ്യൂ ഒന്നുമില്ല, നമുക്ക് കണക്ടിവിറ്റി ഇഷ്യൂ എസ്റ്റാബ്ലിഷ്ഡ് ആവും. എന്നാൽ നമ്മൾ എന്താണ് പറ്റണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളൊരു പണ്ടത്തെ കാലഘട്ടം പോലെയല്ല. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊരു 4 വയർ മതി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക്, ബാക്കി വരുന്നത് 2 POE 2 വോയിസ് എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരുന്ന വെച്ചതും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതൊക്കെ അതാണ്. പക്ഷേ എന്നാൽ ഒരു ജിഗാബിറ്റ് കാലഘട്ടത്തിലോട്ട് കിടക്കുന്നതോടുകൂടി നമുക്ക് ആ ഒരു 4 വയറുകൾ മാത്രം പോരാ, 8 വയറുകളും പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ജിഗാബിറ്റ് സ്പീഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് 100 Mbps മേളിൽ 1 Gbps വരെയുള്ള സ്പീഡ് സാധ്യമാക്കുന്നതാണ് ആ ഒരു ജിഗാബിറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജിഗാബിറ്റ് സ്പീഡിൽ നമ്മളൊരു പ്ലാൻ, അപ്പോൾ ഒരു കസ്റ്റമർ എടുത്തേക്കുന്ന ഒരു ജിഗാബിറ്റ് പ്ലാനാണ്, നമ്മൾ ആ ഒരു ജിഗാബിറ്റ് പ്ലാനാണ് എടുത്തേക്കുന്നതെങ്കിൽ, നമുക്ക് ആ ഒരു ജിഗാബിറ്റ് പ്ലാൻ ആ ഒരു കസ്റ്റമർക്ക് സാധ്യമാക്കി കൊടുക്കണമെങ്കിൽ, നമുക്കൊരു CAN കേബിൾ ക്രിംപ് ചെയ്യുമ്പോൾ കൊടുക്കണമെങ്കിൽ ഈ ഒരു 8 വയറും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ POEക്ക് വേറെ സെപ്പറേറ്റ് വയറൊന്നുമല്ല, POEയും അതിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഈവൻ നമുക്ക് POE കൊടുക്കേണ്ട ഒരു കണക്ഷൻ ആണെങ്കിലും അതിൽ തന്നെ, ആ വയറിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതേ വയർ തന്നെ POEക്കും യൂസ് ചെയ്യും. അപ്പോൾ ഈ 8 വയറിൽ കൂടിയും ഈ ഡാറ്റ പാസ് ചെയ്യുകയും, ഈ 8 വയറിൽ കൂടിയാണ് ആ ഒരു ജിഗാബിറ്റ് സ്പീഡ് അവിടെ സാധ്യമാകുന്നത്. അപ്പോൾ POE ഉണ്ടെങ്കിൽ, അതായത് പവർ ഓവർ എതർനെറ്റ് പോകുന്നുണ്ടെങ്കിൽ അതും ഇതേ വയറിൽ തന്നെ പോകും. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ടെസ്റ്റർ, നമ്മൾ എത്ര പേര് ഇത് ക്രിംപ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു LAN കേബിൾ ടെസ്റ്റ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ കഴിയുന്നത് എല്ലാവരും തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു 1 തുടങ്ങി 8 വരെയുള്ള ആ ഒരു എല്ലാ വയറുകളും പ്രോപ്പറാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ വയറും പ്രോപ്പറാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കൊടുത്തില്ല, നമ്മൾ കണക്ടിവിറ്റി ഉണ്ടോ ഇല്ലയെന്ന് മാത്രം നോക്കി, കണക്ടിവിറ്റി ഇല്ലെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്ത് രണ്ടാമത് ക്രിംപ് ചെയ്യുന്ന ആ ഒരു പതിവാണ് എല്ലാവരും കാണുന്നത്. കാരണം അവർ നമ്മൾ കുറച്ചൊക്കെ ക്രിംപ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു കോൺഫിഡൻസ് കൂടുകയും, നമുക്ക് പിന്നെ നോർമലി അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ജിഗാബിറ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്. ജിഗാബിറ്റ് സ്പീഡിൽ 100 Mbps മേളിൽ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ കൂടുകയാണ്. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ക്രിംപ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നെറ്റ് കിട്ടും. പക്ഷേ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജിഗാബിറ്റ് സ്പീഡ് അവിടെ കിട്ടില്ല. അപ്പോൾ നേരെ ISPയുടെ അടുത്ത്, സർവീസ് പോയിൻ്റ് അടുത്ത് ചെല്ലും, ഇതുപോലെ സ്പീഡില്ല. അപ്പോൾ അവർ പറയും, ഇല്ല ഞങ്ങൾക്ക് സ്പീഡ് ഉണ്ടെന്ന് പറയും. അവരത് വൈഫൈയിൽ കാണിച്ചു തരും. പക്ഷേ നമ്മൾ LAN കണക്ട് ചെയ്തേക്കുന്ന അവിടുത്തെ ആ ഒരു ജിഗാബിറ്റ് സ്പീഡ് കിട്ടില്ല. അപ്പോൾ LAN കാർഡ് നമ്മൾ ചെക്ക് ചെയ്യും, അത് 1 Gbps ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതും 1 Gbps ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വളരെയധികം കൺഫ്യൂഷൻ അടിച്ച്, കാരണം കണക്ടിവിറ്റി ഉണ്ട്, അപ്പോൾ LAN കേബിളും ഓക്കെയാണ്, ക്രിംപിങ് ചെയ്തത് ഓക്കെയാണ്, അല്ലെങ്കിൽ RJ45ൻ്റെ കണക്ടർ ഓക്കെയാണ്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ആ ഒരു കണക്ടർ അവിടെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നെറ്റ് കിട്ടുന്നത് സാർ. അപ്പോൾ നമുക്ക് ഈ ഒരു ജിഗാബിറ്റ് സ്പീഡുമായിട്ട് അത് ബന്ധമില്ലെന്ന് പറയും. പക്ഷേ അതല്ല, ആ ഒരു ചിലപ്പോൾ 2 വയറുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ 4 വയറുകൾ കൂടാതെയുള്ള ഏതെങ്കിലും 2 വയറായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഇഷ്യൂ അവിടെ കാണും, അതായത് ആ ഒരു സ്പീഡ് അവിടെ ഇഷ്യൂ അവിടെ കാണും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ക്രിംപ് ചെയ്യുമ്പോൾ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് ആ 8 വയറും പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു നേരത്തെ തുടങ്ങി പഠിച്ചു വന്നേക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ജിഗാബിറ്റ് സാഹചര്യത്തിൽ ഈ ഒരു ക്രിംപ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.